45 വർഷം LDF ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 സീറ്റുകളിൽ 50 സീറ്റ് നേടി BJP വലിയ ഒറ്റക്കക്ഷിയായത് രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചു. പാലക്കാടും 53 അംഗ നഗരസഭയിൽ 25 സീറ്റ് നേടിയ BJPയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. തദ്ദേശ ജനവിധിയിൽ UDFന് 7 ജില്ലാ പഞ്ചായത്തുകളും 4 കോർപ്പറേഷനുകളും 52 മുനിസിപ്പാലിറ്റികളും ലഭിച്ചു. ജനങ്ങൾ പിണറായി സർക്കാരിനെ വെറുക്കുന്നതാണ് ഈ വിധിയെഴുത്തിൽ LDFന് ഏറ്റ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തിരുവനന്തപുരത്ത് VV രാജേഷ് മേയറാകുമെന്ന് സൂചന. ശ്രീലേഖ IPSനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നും റിപ്പോർട്ടുകൾ. NDAയാണ് കേരളീയരുടെ ഒരേ ഒരു പ്രതീക്ഷയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ അഭിപ്രായപ്പെട്ടു. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF മുന്നിലെത്തിയപ്പോൾ 3ഇടത്ത് BJPയാണ് ഒന്നാമതെത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടവക്കോട് വാർഡിലെ UDF കൗൺസിലറായിരുന്ന VR സിനി അന്തരിച്ചു. ഇത്തവണയും UDF സീറ്റിൽ മത്സരിച്ച VR സിനിക്ക് ജയിച്ച BJPയിലെ സ്വാതി S കുമാറിനേക്കാൾ 26 വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹിയും പഴയ SFI നേതാവുമായ രാധാകൃഷ്ണൻ കണ്ണമ്മൂലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു. CPMന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണമ്മൂലയിൽ NCP സ്ഥാനാർത്ഥിയെയാണ് രാധാകൃഷ്ണൻ തോൽപ്പിച്ചത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 3ാം ദിവസമായ ഇന്ന് 11 തിയേറ്ററുകളിലായി 71 സിനിമകൾ പ്രദർശിപ്പിക്കും. സുവർണ ചകോരത്തിനായി മത്സരിക്കുന്ന 14 ചിത്രങ്ങളിൽ 7 സിനിമകളുടെ ആദ്യ പ്രദർശനവുമുണ്ട്. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.